എല്ലാവർക്കും മൂവി ടൈം ഹൗസിന്റെ നമസ്കാരം. മധുവിധു ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നന്നായി ചിരിപ്പിക്കുന്ന എന്റർടൈൻമെന്റ് സിനിമയാണ്. പെണ്ണ് വാഴാത്ത വീടെന്ന ചീത്ത പേരുള്ള എത്രയോ വീടുകളും സിനിമകളുമുണ്ട്. മേലേപ്പറമ്പിലെ ആൺവീട് പോലെ ആണുകൾ മാത്രമുള്ള വീടും അവിടുത്തെ ജീവിതവും, അവിടേക്ക് പിന്നാലെ പിന്നാലെ ഓരോ പെണ്ണും എത്തുന്നതും അതുണ്ടാക്കുന്ന രസകരമായ സംഭവങ്ങളുമായി 2 മണിക്കൂറും 5 മിനിറ്റും പ്രേക്ഷകരെ ഇരുത്തി ആസ്വദിപ്പിക്കുകയാണ് മധുവിധു. കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായ അഭിനേതാക്കളെ കണ്ടെത്തിയതാണ് ഈ ചിത്രം ആദ്യം തന്നെ പ്രേക്ഷകരുമായി ചേർന്നു നിൽക്കുന്ന ഘടകം. സ്വന്തം വീട്ടിലെ കുട്ടിയെന്ന് പ്രേക്ഷകർക്ക് അനുഭവിപ്പിക്കുന്ന ഷറഫുദ്ദീൻ ഈ സിനിമയിലും ആ റേഞ്ചിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഷറഫുദ്ദീനോട് കട്ടയ്ക്ക് നിന്ന് അസീസ് നെടുമങ്ങാടും വ്ലോഗർ സഞ്ജുവും. റീലുകളിലൂടെ കാഴ്ചക്കാർക്ക് പരിചിതനായ സഞ്ജുവിന് സിനിമയിൽ ലഭിക്കുന്ന ആദ്യ മുഴുനീള കഥാപാത്രമാണ് മധുവിധുവിലെ ജിജു തങ്കച്ചൻ. നടി ബിന്ദു പണിക്കരുടെ മകൾ കല്യാണി പണിക്കർ നായികയായി അരങ്ങേറ്റം കുറിക്കുന്ന ചിത്രം കൂടിയാണ് മധുവിധു. പുതുമുഖ താരത്തിന്റെ വേവലാതികളൊന്നുമില്ലാതെ തഴക്കം വന്ന അഭിനേത്രിയുടെ മികവ് കല്യാണി പണിക്കർ പ്രകടമാക്കുന്നുണ്ട്. അമ്മ ബിന്ദു പണിക്കർ കൂടി വേഷമിട്ടിട്ടുള്ള സിനിമയിൽ സായികുമാർ അവതരിപ്പിച്ച മാർക്കോസിന്റെ മകൾ സ്നേഹ മാർക്കോസായാണ് കല്യാണി പണിക്കർ സിനിമയിലുള്ളത്. ആഞ്ഞിലിമൂട്ടിൽ തറവാടെന്ന പഴയ കുടുംബ വീടിന്റെ ചുമരിൽ തൂങ്ങുന്ന ഫോട്ടോകളിലൂടെയാണ് സിനിമ കഥ പറയുന്നത്. തലമുറകൾ മാറി വന്നപ്പോൾ ചുമരിൽ പടമായവർക്കും തറവാട്ടിലെ പുതിയ അംഗങ്ങൾക്കും ഒരേ മുഖച്ഛായയുണ്ട്. അതവർ തിരിച്ചറിയുന്നില്ലെങ്കിലും ആൺകഥാപാത്രങ്ങളാണ് സിനിമയിൽ കൂടുതലുള്ളത്. നായികയെ മാറ്റി നിർത്തിയാൽ നടിമാരുടെ എണ്ണം താരതമ്യേന കുറവാണ് ഈ സിനിമയിൽ. എങ്കിലും സ്ത്രീ കഥാപാത്രങ്ങളില്ലെന്ന് തോന്നിക്കുകയും ചെയ്യുന്നില്ല. ആഞ്ഞിലിമൂട്ടിലെ അമ്മു എന്ന അമൃതരാജിന് കുടുംബം പെണ്ണന്വേഷിച്ച് നടക്കുമ്പോൾ പെണ്ണില്ലാത്ത വീട്ടിൽ വധുവായി എത്താൻ ആരും താൽപ്പര്യം കാണിക്കുന്നില്ല. അമൃതരാജ് പോയി കണ്ട 28 പെൺകുട്ടികളുടെയും കുടുംബങ്ങൾ നോ പറയുന്നിടത്താണ് അയാൾ പോലും വിചാരിക്കാത്തൊരു സന്ദർഭത്തിൽ ഒരു പെൺകുട്ടി താൽപ്പര്യമുണ്ടെങ്കിൽ കല്യാണം കഴിക്കാമോ എന്ന് ചോദിക്കുന്നത്. 1 മിനിറ്റ് പോലും ബോറടിപ്പിക്കാതെ സിനിമ മുമ്പോട്ടു പോകുന്നുണ്ട്. 1-2 രംഗങ്ങൾ, മകൻ ഓർഡർ കൊടുത്ത കട്ടിൽ അച്ഛൻ പണം കൊടുത്തു വാങ്ങുന്നതുപോലുള്ളത് അങ്ങനെയല്ലാതെ മറ്റൊരു തരത്തിൽ സമീപിക്കാമായിരുന്നില്ലേ എന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. പക്ഷേ മൊത്തത്തിലെടുത്താൽ ആസ്വദിച്ച് കാണാനാവുന്ന ചിത്രമാണ് മധുവിധു. നിലവാരമുള്ള തമാശകൾ, ജീവിതം തൊടുന്നതുപോലുള്ള സംഭാഷണങ്ങൾ, ഹിഷാം അബ്ദുൽ വഹാബിന്റെ കേൾവിക്കാരനെ കൂടെ നിർത്തുന്ന സംഗീതം, വിശ്വജിത്ത് ഒടുക്കത്തിലിന്റെ ഭംഗിയുള്ള ക്യാമറ, ക്രിസ്റ്റി സെബാസ്റ്റ്യന്റെ എഡിറ്റിംഗ് തുടങ്ങി പ്രേക്ഷകനെ ആകർഷിക്കുന്ന സിനിമയ്ക്ക് ആവശ്യമായ എല്ലാ ഗുണങ്ങളും മധുവിധുവിനുണ്ട്. മധുവിധുവിലെ നായകൻ ഷറഫുദ്ദീന്റെ അമൃതരാജാണെങ്കിലും ജഗദീഷിന്റെ രാജ്കുമാറും അസീസ് നെടുമങ്ങാടിന്റെ അംബരീഷും സഞ്ജു മധുവിന്റെ ജിജോ തങ്കച്ചനുമെല്ലാം ഏകദേശം എല്ലാ സീനുകളിലും വരുന്നുണ്ട്. നായകന് സമാനമായ വേഷങ്ങളാണ് ഇവരും കൈകാര്യം ചെയ്തിരിക്കുന്നത്. കർണാടകയിൽ ജോലിയായിരുന്ന അച്ഛൻ കന്നഡ സിനിമയുടെ കടുത്ത പ്രേമിയായതുകൊണ്ടാണ് മക്കൾക്ക് കന്നഡ സൂപ്പർ താരങ്ങളായ രാജ്കുമാറിന്റെയും അംബരീഷിന്റെയും പേര് നൽകിയത്. ഇതുപോലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുമോ എന്ന് ചോദിച്ചാൽ യാതൊരു സാധ്യതയുമില്ലെന്നേ പറയാനാവൂ. എന്നാൽ അങ്ങനെയെങ്ങാൻ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായും കാര്യങ്ങളെല്ലാം മധുവിധു പോലെ തന്നെയായിരിക്കും. തുടക്കം മുതൽ പ്രേക്ഷകർക്ക് ചിരി സമ്മാനിക്കുന്ന മധുവിധു അവസാനം വരെ അത് നിലനിർത്തുന്നതിൽ വിജയിക്കുന്നുണ്ട്. ആർത്തലച്ച് ചിരിക്കുന്നതിനപ്പുറം പ്രേക്ഷകർക്ക് ഉള്ളറിഞ്ഞ് ചിരിക്കാനുള്ള വകയാണ് ഈ സിനിമയിൽ ഒരുക്കിവച്ചിരിക്കുന്നത്. ചിരി മാത്രമല്ല, പ്രണയവും വിരഹവും വേദനയും സന്തോഷവും ദുഃഖവുമെല്ലാം ഇടകലർത്തി പല വിധത്തിലുള്ള പ്രേക്ഷകരെ ഒരുപോലെ ആകർഷിക്കാനും മധുവിധുവിന് കഴിയും. ആഞ്ഞിലിമൂട്ടിൽ അമൃതരാജും രാജ്കുമാറുമായി വരുന്നതിനോടൊപ്പം ഷറഫുദ്ദീനും ജഗദീഷും സിനിമയിലെ പ്രധാനപ്പെട്ട മറ്റു 2 വേഷങ്ങളിൽ കൂടി പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അതോടൊപ്പം ഉർവശിയും വിനീത് ശ്രീനിവാസനും അതിഥി താരങ്ങളായും വരുന്നു. നടൻ ശ്രീനിവാസന് അഞ്ജലികൾ അർപ്പിച്ചാണ് സിനിമ ആരംഭിക്കുന്നത്. 2ാം ഭാഗത്തിനൊരു സാധ്യതയുണ്ടോ എന്ന സന്ദേഹം കൂടി പ്രേക്ഷകരിലേക്കിട്ടാണ് സിനിമയെ അവസാനിപ്പിക്കുന്നത്. പുതിയ സിനിമാ റിവ്യൂസുകൾക്കായി എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും അമർത്താൻ മറക്കരുത്.